MLA ആയിട്ട് 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. 5 വർഷത്തിന് മുമ്പേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. ആ വാഗ്ദാനങ്ങൾ ഒട്ടുമിക്കതും നടപ്പിലാക്കാൻ കഴിഞ്ഞു. പലതും പൂർത്തിയായി, ചിലതെല്ലാം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് രംഗത്ത് കുറ്റ്യാടി മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ PWD റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ 5 റോഡുകൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടി പ്രവൃത്തി പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ 90% വരുന്ന റോഡുകളും ഉന്നത നിലവാരത്തിലുള്ള റോഡുകളായി മാറും. 15 വർഷമായി ജനങ്ങൾ കാത്തിരിക്കുന്ന കുറ്റ്യാടി ബൈപ്പാസ് ഇപ്പോൾ വളരെ വേഗം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വടകരയും മാനന്തവാടിയുമായി ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്. കുറ്റ്യാടി നാദാപുരം മണ്ഡലത്തിലെ ഭാഗങ്ങൾ ഇപ്പോൾ വളരെ വേഗതയിൽ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയും. വടകര ചാനിയങ്കടവ് റോഡ് ഏറ്റവും ഉന്നത നിലവാരമുള്ള റോഡായി മാറിയിട്ടുണ്ട്. കാവിൽ തീക്കുനി കുറ്റ്യാടി റോഡ് ഏറ്റവും നല്ല റോഡായി. നേരത്തെ വലിയ പരാതികൾക്കിടയായി മീൻകണ്ടി മുതൽ തുലാറ്റുന്നട വരെ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ പരാതിക്കിടയായ റോഡായിരുന്നു. ഏറ്റവും നല്ല റോഡായി മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ കുറ്റ്യാടി മുതൽ ചേലക്കാട് വരെ ഏറ്റവും ഉന്നത നിലവാരമുള്ള റോഡായി മാറിയിട്ടുണ്ട്. മറ്റൊരു ഏറ്റവും ആധുനികമായ റോഡ് നിർമ്മാണ രീതി FDR, അതനുസരിച്ച് കുറ്റ്യാടി മണ്ഡലത്തിലുള്ള റോഡ് നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് തണ്ണീർപന്തൽ ഇളയടം അരൂർ റോഡാണ്. റോഡിലുള്ള നിലവിലുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ച് വീണ്ടും റോഡ് പുനരുദ്ധരിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. BMN-BCയേക്കാൾ 30% ചെലവ് കുറവാണ് എന്നതാണ് ആ രീതിയുടെ പ്രത്യേകത എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ റോഡുകളുടെ കാര്യത്തിൽ പൂർണ്ണമായി വലിയ രൂപത്തിലുള്ള മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞു. കുറ്റ്യാടി മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ഇനിയൊരു സ്ഥാപനത്തിനും പുതിയ കെട്ടിടം ആവശ്യമില്ല. എല്ലാ സ്കൂളുകൾക്കും 10 സ്കൂളുകൾക്ക് 13.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി മുതൽ 3 കോടി വരെ അനുവദിച്ചുകൊണ്ടാണ് സ്കൂൾ കെട്ടിടങ്ങൾ പൂർണ്ണതയിലെത്തിച്ചത്. കുറേ പ്രവൃത്തി പൂർത്തീകരിച്ചു. മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരികയാണ്. 2 ITകൾ ഉണ്ടായിരുന്നു. വടകരയിലും വില്യാപ്പള്ളിയിലും മണിയൂരിലും. 2ഉം വാടക കെട്ടിടത്തിലായിരുന്നു. പക്ഷേ ഇപ്പം 6,90,00,000 രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് 2 IT കെട്ടിടവും പൂർത്തീകരിക്കുകയും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 AEOS ഓഫീസിന് സ്വന്തം ഓഫീസ് ഉണ്ടായിരുന്നില്ല. കുന്നുമല AEOS ഓഫീസ് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്ത് കെട്ടിടമുണ്ടാക്കി അവിടെ മാറ്റി നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നു. തോടന്നൂർ AEOS ഓഫീസിന് സ്ഥലവുണ്ടായിരുന്നില്ല. അധ്യാപകന്മാരും രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് 20 ലക്ഷം രൂപ ശേഖരിച്ച് 10 സെൻറ്റ് സ്ഥലം വാങ്ങി. 1,20,00,000 രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഓഫീസ് അവിടെ മാറ്റിയിരിക്കുക. അപ്പോൾ AEOS ഓഫീസിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊകേരി ഗവൺമെൻറ് കോളേജിൽ വിവിധ പദ്ധതികൾ, അതിലേറ്റവും പ്രധാനമായി സെമിനാർ കം ലൈബ്രറി ഹാൾ, അധ്യാപകന്മാരുടെ ക്വാർട്ടേഴ്സ്, ഗ്രൗണ്ട്, ഗേറ്റ്, നിലവിലുള്ള കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം എല്ലാം കൂടി 13 കോടി രൂപയോളം ഉള്ള വികസന പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിൽ പ്രവർത്തിക്കുന്നതാണ് പ്രശസ്തമായ കുന്നുമ്മൽ വനിതാ വോളിബോൾ അക്കാദമി. നാട്ടുകാർ നൽകിയ സ്ഥലത്ത് 1 കോടി രൂപ ഗ്രൗണ്ട് ഉണ്ടാക്കാനും 2 കോടി രൂപ ഹോസ്റ്റൽ ഉണ്ടാക്കാനും വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതുപോലെ കുറ്റ്യാടി മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതുവഴി സ്വീകരിക്കാൻ കഴിഞ്ഞു.
കഴിഞ്ഞ 5 വർഷമായിട്ട് നടപ്പിലാക്കി വരുന്ന സ്മാർട്ട് കുറ്റ്യാടി മണ്ഡലത്തിലെ പ്രത്യേകമായ വിദ്യാഭ്യാസ പദ്ധതിയാണ്. -2 മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നിലവാരമുയർത്തുന്നതിന് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നറിയാം. ഇൻട്രോ ടു ആസ്ട്രോ എന്ന് പറയുന്ന 50 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി വാനനിരീക്ഷണത്തിന് പയ്യന്നൂരിൽ പോകേണ്ടി വന്നു. അപ്പം ഈ സ്മാർട്ട് കുറ്റ്യാടിയുടെ നിർദ്ദേശമനുസരിച്ച് മണിയൂർ പഞ്ചായത്തിലൊരു വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി കെട്ടിടം മണിയൂർ പഞ്ചായത്ത് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു. അവിടെ ആവശ്യമുള്ള യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പഞ്ചായത്തിലൊരു കളിക്കളം സംസ്ഥാന സർക്കാരിൻ്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. മണിയൂർ പഞ്ചായത്തിൽ 1.5 ഏക്കർ സ്ഥലത്ത് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതിൽ 50 ലക്ഷം MLA നൽകിയാൽ 50 ലക്ഷം സർക്കാർ നൽകും എന്നതാണ് സ്കീമിൻ്റെ പ്രത്യേകത. പയ്യന്നൂരിൽ 1 കോടി രൂപ, വില്യാപ്പള്ളി പഞ്ചായത്തിൽ 1 കോടിയുടെ പ്രവർത്തനം ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത്. പുറമേരി പഞ്ചായത്തിലെ മലയാളപ്പൊയിലിൽ 2 ഏക്കർ സ്ഥലത്ത് 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തും MLA ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് മൊകേരിയിൽ EMS സ്മാരക സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കളിക്കളങ്ങൾക്ക് വേണ്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചിട്ടുണ്ട്. ഈ മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജിനുൾപ്പെടെ. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ കളിക്കളം പദ്ധതിയും നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വടകര മാഹി കനാൽ കടത്തനാടുകാരുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ കാലമായി നമ്മൾ കേൾക്കുന്നത്. 5 റീച്ചുകളാണുള്ളത്. കുറ്റ്യാടി, നാദാപുരം മണ്ഡലത്തിലാണ് പ്രധാനമായി, അല്പഭാഗം വടകരയിലും ഉണ്ട്. അതിൽ 3ാമത്തെ റീച്ച് ഒഴികെ ബാക്കി എല്ലാ റീച്ചിൻ്റെയും പ്രവർത്തനം പൂർത്തീകരിച്ചു. 3ാമത്തെ റീച്ച് കുഴിക്കുന്തോറും ഇടിഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം പരിശോധിച്ച് അതിൻ്റെ പരിഹാരം ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാഹി കനാൽ പൂർണ്ണമാകും. കുറ്റ്യാടിപ്പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കനാലിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് മൂഴിക്കൽ ലോക്കം ബ്രിഡ്ജ് 31 കോടി രൂപ ചെലവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം അത് പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തത്. മൂഴിക്കൽ മുതൽ കോട്ടപ്പള്ളി വരെ കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് വീതിയും ആഴവുമുള്ള കനാലായി മാറിയിട്ടുണ്ട്. ബോട്ടുകൾക്ക് സഞ്ചരിക്കാം. പക്ഷേ കോട്ടപ്പള്ളി പാലത്തിന് ഉയരമില്ല, നീളമില്ല. അതുകൊണ്ട് പൊളിച്ചു മാറ്റി പുതിയ പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ULCC ആണ് ഏറ്റെടുത്തത്. 17.5 കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത്. ഇതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ, 3ാം റീച്ച് കൂടി കഴിഞ്ഞാൽ മാഹി കനാൽ യാഥാർത്ഥ്യമാകും. ചരക്ക് നീക്കത്തിലും ടൂറിസം രംഗത്തും വലിയ രൂപത്തിലുള്ള മുന്നേറ്റം കുറ്റ്യാടി മണ്ഡലത്തിന് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ടൂറിസം ഡെസ്റ്റിനേഷനിൽ കുറ്റ്യാടി കൂടി പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി മാറി. പൈതൃക ടൂറിസത്തിൻ്റെ ഭാഗമായി ലോകനാർകാവിൽ ഏർപ്പെടുത്തിയ പദ്ധതികൾ, വിവിധ പദ്ധതികൾ, ചെറിയ ചിറയും വലിയ ചിറയും കെട്ടിഭദ്രമാക്കി 12 AC മുറികളും 2 ഡോർമെറ്ററികളുമുള്ള കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഗസ്റ്റ് ഹൗസ്, ദേവസ്വം ഗസ്റ്റ് ഹൗസ് നിലവിൽ വന്നു. പാരമ്പര്യ രൂപത്തിലുള്ള കളരി അഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചു. അഗ്രശാലയും ഓഫീസും ചുറ്റുമതിലും നിലവും എല്ലാം തന്നെ നല്ല രൂപത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി മലബാറിലെ ആദ്യത്തെ കളരി മ്യൂസിയം വരാൻ പോകുന്നത് അവിടെയാണ്. പഴയ പുതിയോട്ടിൽ കൊട്ടാരം പുതുക്കിപ്പണിയുന്നുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി അവസാനിക്കും. നമ്മുടെ പയങ്കുറ്റി മല നേരത്തെ തന്നെ പൂർത്തിയായ ഒരു പദ്ധതിയാണ്. രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ലോകനാർകാവും പയങ്കുറ്റി മലയും ഒരു പ്രധാനപ്പെട്ട സന്ദർശക കേന്ദ്രമായി മാറും. മണിയൂർ പഞ്ചായത്തിൽ കുറ്റ്യാടിപ്പുഴയിൽ 1.5 ഏക്കർ സ്ഥലത്ത്, എന്തായിരുന്നു അതിൻ്റെ പേര്? അല്ല, മഞ്ചയിൽ കടവ്. 1.5 ഏക്കർ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തും തൊഴിലേതരായ ചെറുപ്പക്കാരും മണിയൂർ പഞ്ചായത്തും കൂടി നിർമ്മിച്ച നല്ല ഒരു കേന്ദ്രമായി മാറി 100 കണക്കിന് പേർ ദിവസവും സന്ദർശിക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. ചൊവ്വാപ്പുഴയിൽ 1 കോടിയുടെ പദ്ധതി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ചെരണ്ടത്തൂർ ചിറയിൽ 1 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം നടത്തി.
പ്രകൃതി ഭംഗിയും നെൽകൃഷിയും ദേശാടന കിളികളെയും ഒക്കെ കാണാൻ സൗകര്യമുള്ള ഒരു കേന്ദ്രം. ഭാവിയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം. ഇപ്പോൾ തന്നെ കുറ്റ്യാടിപ്പുഴയിൽ വേളത്തും കുറ്റ്യാടിയിൽ 2 സ്വകാര്യ സംരംഭങ്ങൾ ഇപ്പോൾ നല്ല നിലയിൽ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് എന്ന് കാണാം. ആ രൂപത്തിൽ നല്ല സാധ്യതയുള്ളതാണെന്ന് കാണാം. 8 പഞ്ചായത്തിലും കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കി. വേളം പഞ്ചായത്തിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുക വഴി കർഷകർക്ക് 50 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ലഭിച്ചിട്ടുള്ളത്. നെൽകൃഷി ഏറ്റവും കൂടുതലുള്ളത് കുറ്റ്യാടി മണ്ഡലത്തിലാണെന്ന് അറിയാമല്ലോ. പക്ഷേ വെള്ളക്കെട്ട് കൊണ്ട് കൃഷിക്ക് ഉപയുക്തമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ട്. അതിന് പരിഹാരമായി 2 കോടിയുടെ പദ്ധതി ആയഞ്ചേരിയിലും 1 കോടിയുടെ പദ്ധതി കുറ്റ്യാടിയിലും നടക്കുന്നുണ്ട്. തരിശുരഹിത മണ്ഡലമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നെൽകൃഷി വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് പുതുതായി കൃഷിക്ക് ഉപയുക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാർഷിക മേഖലയിലും ഏറ്റവും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷമായി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അത് മണിമലയിലെ കോക്കനട്ട് പാർക്കിൽ ചുറ്റുമതിൽ കെട്ടി സാങ്കേതിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തു 5 ഏക്കർ സ്ഥലം ഇപ്പോൾ സംരംഭകർക്ക് നാളികേരാധിഷ്ഠിത വ്യവസായവും ഭക്ഷ്യ സംസ്കരണ വ്യവസായവും ആരംഭിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ പാകത്തിൽ ആയിട്ടുണ്ട്. അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 89 പേർ അപേക്ഷ സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വ്യവസായ സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കാനും ഇപ്പം ഇതുവഴി കഴിയും. ആരോഗ്യരംഗത്ത് താലൂക്ക് ആസ്പത്രിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുറ്റ്യാടി 28.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 6 നില കെട്ടിടം മാർച്ച് മാസമാകുമ്പോഴേക്ക് പൂർത്തീകരിക്കാൻ കഴിയും. രാവും പകലും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. 10 പഞ്ചായത്തിലെ രോഗികൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ സ്ഥലസൗകര്യമില്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഉള്ള ഒരു ആസ്പത്രിയാണ്. മെഡിക്കൽ കോളേജിൽ നടക്കേണ്ട ചെറുകിട ഓപ്പറേഷനുകളെല്ലാം മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ വരെ നടക്കുന്ന ആസ്പത്രിയാണ്. ആ രൂപത്തിൽ നല്ല സൗകര്യപ്രദമായ ഓപ്പറേഷൻ തിയേറ്റർ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 5 പഞ്ചായത്തിൽ PH സെൻ്ററുകളാണുള്ളത്. അതെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അത് 3 ഡോക്ടർമാരും 2 നഴ്സുമാരും വൈകുന്നേരം വരെ സേവനവും കിട്ടുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്. ആയഞ്ചേരിയിലെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനാണ് സ്ഥലസൗകര്യക്കുറവ്. അവിടെ 1,43 ലക്ഷം രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റെയും കേരള ഗവൺമെൻറ്റെയും തുടർച്ചയായ സമ്മാനങ്ങൾ നേടിയ അരൂർ PHC പുറമേരി PH കുടുംബാരോഗ്യ കേന്ദ്രം എടുത്തു പറയേണ്ട മാതൃകാപരമായ സ്ഥാപനമാണ് എന്നുകൂടി സൂചിപ്പിക്കുക. ഇതിനെല്ലാം പുറമെ മണ്ഡലത്തിലെ കഷ്ടത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7,35 ലക്ഷം രൂപ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊരുപക്ഷെ കുറ്റ്യാടി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു സാമ്പത്തിക സഹായമാണ് എന്ന് കാണാൻ കഴിയും. ആ രൂപത്തിലുള്ള സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമസമാജികൻ എന്ന നിലയിൽ കഴിഞ്ഞ 4.25 വർഷത്തിനുള്ളിൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചത് ഞാനാണെന്നാണ് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 16 സബ്മിഷൻ അവതരിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്വകാര്യ ബില്ലും അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2850 അപേക്ഷകൾ വിവിധ വകുപ്പുകളിലേക്ക് നൽകിയിട്ടുണ്ട് ഈ കാലയളവിൽ. അതിൽ 895 അപേക്ഷകൾ ഞാൻ നേരിട്ട് തന്നെ മന്ത്രിമാരെ കണ്ട് കൊടുത്ത അപേക്ഷകളുമാണ്. ഈ രൂപത്തിൽ നിയമസമാജികൻ എന്ന നിലയിൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ജനകീയ പ്രശ്നങ്ങൾ നിയമസഭാ വേദിയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവസരോചിതമായി അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ നിയമസഭയിലും എൻ്റെ കഴിവിനൊത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. കുറ്റ്യാടി കടലോരവും മലയോരവുമില്ലാത്ത ഒരു മണ്ഡലമാണ്, ഇടനാടാണ്. പക്ഷേ ഇടനാടാണെങ്കിൽ പന്നിശല്യമുണ്ട്, മുള്ളം പന്നിശല്യമുണ്ട്. അതിന് കാരണം ഒരു കൃഷിയും നടത്തുന്നതിന് വലിയ പ്രയാസം ഉണ്ട്. അതിനേറ്റവും പ്രധാനമായി ചരിത്രപ്രസിദ്ധമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുണ്ട്. നിലവിലുള്ള കേന്ദ്ര നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണത്. പക്ഷേ ലൈസൻസ് ഉള്ള തോക്കുടമകളില്ല എന്നതാണ് പ്രശ്നം.
നേരത്തെ മലയോര മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന ഇതൊക്കെ സറണ്ടർ ചെയ്യിച്ചു, പക്ഷെ പിന്നീട് തിരികെ കൊടുത്തില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് 2 വർഷക്കാലം നീണ്ടു നിന്ന ഇടപെടലാണ് ലൈസൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. അതിൻ്റെ ഫലമായി കിഴക്കൻ മലയോര മേഖലകളിൽ കുറേ പേർക്ക് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്തുകളിൽ ലഭ്യമായി എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ തോക്കും സംവിധാനവുമായിട്ട് വരുമ്പോൾ പന്നിയങ്ങ് കണ്ടു കിട്ടൂല എന്ന പ്രശ്നം ഉണ്ട്. ഇന്നലെയും ഈ ആയഞ്ചേരിയുടെയും ഏറാമലയുടെയും അതിർത്തിയിൽ പുലരുവോളം നിന്നിട്ടും കിട്ടിയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ഉദ്ഘാടന പ്രഹസനമാണെന്ന് ആർക്കും പറയാൻ കഴിയും. അതെന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി പറയാം. ഇപ്പം ITI കെട്ടിടം എത്ര കാലമായി 2010 സ്ഥാപിച്ചാണ് മണിയൂർ ITI. നിങ്ങളൊന്ന് അതിൻ്റെ പരിതാപകരമായ അവസ്ഥ നോക്ക്. ഒരു ക്യാമ്പസ് ഇല്ല, വർക്ക്ഷെഡില്ല, ലാബില്ല, സൗകര്യപ്രദമായ സ്ഥലമില്ല, തിരിയാനും മറിയാനും സൗകര്യമില്ലാത്ത രൂപത്തിൽ 2010 മുതൽ 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലം മണിയൂർ ഗ്രാമപഞ്ചായത്ത് നൽകി. എന്തേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കെട്ടിടമൊന്നും വരാതെ പോയത്? നിങ്ങളൊന്ന് പോയി നോക്ക്. എന്തൊരു മനോഹരമായ കെട്ടിടമാണ് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതൊരുപക്ഷെ ചിലർക്കൊരു പ്രഹസനമായി തോന്നുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. കുട്ടോത്തട്ടക്കുണ്ട് കടവ് റോഡ് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് 4.25 വർഷവും ശ്രമിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയുടേതെന്നല്ല, കേരള ചരിത്രത്തിൽ എവിടെയും കാണില്ല 7 റിട്ട് പെറ്റീഷനാണ് ഹൈക്കോടതിയിൽ വന്നത്. ഏതെങ്കിലും റോഡിന് നിങ്ങൾ പത്രപ്രവർത്തകന്മാരാണല്ലോ, അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങളൊന്ന് പരിശോധിക്കും. 7 റിട്ട് പെറ്റീഷൻ ഒരു പ്രദേശത്തെ റോഡിനെതിരായി വന്നു. 10 മീറ്റർ പോരെ 12 മീറ്റർ വേണമെന്നാണ്. ആദ്യത്തെ 6 പെറ്റീഷനിലും 5ാമത്തെ പെറ്റീഷൻ അതായിരുന്നു, അത് ഹൈക്കോടതി തള്ളി. 6ാമത്തെ പെറ്റീഷൻ 11-1 നോട്ടിഫിക്കേഷൻ 2ാമത് പുനഃപ്രസിദ്ധീകരിച്ചപ്പോഴുള്ള അതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. അതിൽ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി അത് റദ്ദാക്കി. തികച്ചും സാങ്കേതിക പ്രശ്നം. ആ ഉത്തരവ് വായിച്ചു നോക്കിയാൽ അറിയാം. റദ്ദാക്കിയപ്പോൾ കോടതി പറഞ്ഞു ഇനി ആദ്യം മുതൽ ആരംഭിക്കണം. കാരണം ആ 11-1 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചപ്പോൾ നേരത്തെ 11-1 റദ്ദാക്കി പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു റദ്ദാക്കിയാൽ പിന്നെ 411 തുടങ്ങണം. അത് പരിഷ്കരിക്കുന്നു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അതിന് പകരം റദ്ദാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് 411 തുടങ്ങണം. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്നുകൊണ്ട് സമയബന്ധിതമായി ചാർട്ടിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 411 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. സാമൂഹ്യാഘാത പഠനം നടത്തി. വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു. 11-1 നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോഴാണ് 7ാമത്തെ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ കുണ്ടും കുഴിയുമായി നടന്നു പോകാൻ കഴിയുമായിരുന്നില്ല. രാവിലെ പ്രചരണത്തിന് പോയി കഴിഞ്ഞാൽ നട്ടലിന് വേദനയുണ്ടാകും. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ആ റോഡിൽ പോകുന്ന ആളല്ലേ. അത്രയും 5 വർഷത്തിനിടയിൽ കുണ്ടും കുഴിയിലും ഒരു കൊട്ട മണ്ണിട്ടിട്ടില്ല. വേറെ ഒന്നും ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. മണ്ണിട്ട് നികത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. 5 വർഷം ഞാൻ വന്ന ഉടനെ ചെയ്ത് 2,69,68 ലക്ഷം രൂപ പാസ്സാക്കി റീടാർ ചെയ്തു. ആദ്യം ഗതാഗതം യോഗ്യമാക്കുകയാണ് ചെയ്തത്. 3 വർഷമായപ്പോൾ വീണ്ടും കുണ്ടും കുഴിയും വന്നു. 48 ലക്ഷം രൂപ പാസ്സാക്കി ആ റിപ്പയർ വർക്ക് നടത്തി. ഇപ്പം ഇനിയും കേസ് വന്നു. അക്വിസിഷൻ നടപടി നീണ്ടു പോകും എന്നാണ് തോന്നുന്നത്. നീണ്ടു പോയാലും മണിയൂർക്കാരുടെ യാത്രക്ക് പ്രശ്നമുണ്ടാകരുത്. അതുകൊണ്ട് നിലവിലുള്ള റോഡിനേക്കാൾ മെച്ചപ്പെട്ട റോഡ് ഉണ്ടാക്കാൻ വേണ്ടി 4,16 ലക്ഷം രൂപ പാസ്സാക്കി ഇപ്പം ടെൻഡർ ചെയ്തിട്ടുണ്ട്. ടെൻഡർ നടപടികൾ ഇപ്പം നടന്ന് വരികയാണ്. അതുകൊണ്ട് നിലവിലുള്ള റോഡിനേക്കാൾ മെച്ചപ്പെട്ട റോഡാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പം നടത്തിയിട്ടുള്ളത്. സമാന്തരമായി അക്വിസിഷൻ നടപടിയും 11-1 നോട്ടിഫിക്കേഷനും ഇപ്പം പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റോഡിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ ഇങ്ങനെ 7 കേസുകളൊക്കെ നടത്തി മുന്നോട്ട് അത്ഭുതകരമാണ്. നാട്ടിൽ നിന്ന് അവർ പണം പിരിച്ചതായി അറിവില്ല. എവിടെ നിന്നാണ് ഈ കാശ്? എനിക്കറിയില്ല എവിടെ നിന്നാണ്, ആരാണ് ഈ കാശ് ചെലവഴിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഒരു നാട്ടിൻ്റെ വികസനം തടയാൻ വേണ്ടി ഇത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കാൻ പാടുണ്ടോ? നിങ്ങളും കൂടി പറയേണ്ടത്. തീർച്ചയായും രാഷ്ട്രീയ താല്പര്യമല്ലാതെ വേറെ എന്താ? ഈ LDF സർക്കാരിൻ്റെ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് ഈ പ്രവർത്തനം ഭൂമി ഏറ്റെടുത്ത് നല്ല റോഡായി മാറരുത് എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അല്ലാതെ എന്ത് താല്പര്യം? വർക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർക്ക്, പ്രധാനമായ വർക്ക് എന്ന് പറഞ്ഞാൽ കൽവട്ടിൻ്റെ പണിയും ഡ്രെയിനേജിൻ്റെ പണിയാണ് ഏറ്റവും പ്രധാനം. വീതി കൂട്ടൽ ഏറ്റവും പ്രധാനമായി. വീതി കൂട്ടൽ ഇപ്പോൾ തണ്ണീർപന്തൽ വരെ ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. പിന്നെ കൽവട്ടിൻ്റെ പണിയും ഡ്രെയിനേജിൻ്റെ പണിയുമാണ് പ്രധാനമായി വരിക. അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ പണി നടന്നു കഴിഞ്ഞാൽ കൽവട്ടും ഡ്രെയിനേജും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡ് നിർമ്മാണം ഒരു പ്രശ്നമേ അല്ല. കാരണം പുതിയ പണ്ടത്തേതുപോലെ മാനുവൽ അല്ലല്ലോ, യന്ത്രവൽകൃതമാണല്ലോ. വളരെ വേഗം നമുക്ക് റോഡ് നിർമ്മാണം നടക്കാൻ കഴിയും. അതുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് കൽവട്ടിൻ്റെ പണി അങ്ങോളം നടക്കുന്നുണ്ട്. നിങ്ങൾ സഖാവ് ടി.പി. രാമകൃഷ്ണൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ ഭാഗമായി വന്നുയർന്നാണ്. പക്ഷേ പേരാമ്പ്രയും കുറ്റ്യാടിയും ഞങ്ങൾ രണ്ടുപേരും കൂട്ടായി അതിന് ഇടപെടാറുണ്ട്. ദീർഘമായ നിയമ പോരാട്ടമായിരുന്നു. അതിൻ്റെ കോൺട്രാക്ടറും കിഫ്ബിയും തമ്മിൽ ദീർഘമായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെട്ടു. കോടതി വിധി വന്നു. വിധി നടപ്പിലാക്കാൻ വേണ്ടി ഇടപെട്ടു. ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ വിശദീകരിച്ചാൽ തീരില്ല, അത്രയധികം സാങ്കേതിക പ്രശ്നങ്ങൾ. എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് ഇപ്പോൾ പ്രവൃത്തി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രവൃത്തി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച തുടങ്ങും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നിയമ പോരാട്ടമാണ് അതും പ്രശ്നം. കോടതിയിൽ കയറി കഴിഞ്ഞാൽ ഒരു വികസന പ്രവർത്തനവും നേരെ ചൊവ്വേ പോകുന്ന സ്ഥിതിയില്ല. അത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് കഴിവതും കോടതിയിൽ പോകാതിരിക്കലാണ് ഏറ്റവും. LDFന് പഞ്ചായത്ത് എല്ലാവർക്കും അറിയാമല്ലോ. പഞ്ചായത്തിലെ വാർഡിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങൾ, നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതകൾ, പ്രാദേശികമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതാണ് വാർഡ് തെരഞ്ഞെടുപ്പ് എന്നെല്ലാവർക്കും അറിയാം. സ്ഥാനാർത്ഥി നിർണയത്തിലും കാര്യത്തിലൊക്കെ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ എപ്പോഴും അമിതമായ ആത്മവിശ്വാസം ഉണ്ടായാലും പരാജയപ്പെടും. ഏതാനും 5-10 വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ വരുന്ന വാർഡിലൊക്കെ ഞങ്ങളിങ്ങ് ജയിക്കും എന്നൊക്കെ ധാരണയിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന അപകടം വരും. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയമായ വോട്ടെന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ടാണ്. അതൊരു വ്യക്തിഗതമായ ബന്ധമല്ലല്ലോ. രാഷ്ട്രീയ വോട്ട് അത് തന്നെയാണ്. ആ രാഷ്ട്രീയ വോട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലൊന്നും പോയിട്ടില്ല എന്നതാണ് അനുഭവം. അത് പുറമേരിയിലായാലും മണിയൂരിലായാലും എല്ലാം തന്നെ ആ രൂപത്തിൽ മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ പുറകോട്ട് പോയി പഞ്ചായത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഗൗരവമായ വിഷയം തന്നെയാണ്. അതേസമയം തിരുവള്ളൂർ പഞ്ചായത്ത് തിരികെ പിടിക്കാനും കഴിഞ്ഞു എന്നതും കൂട്ടിച്ചേർത്ത് പറയണം. ഞാൻ മത്സരിക്കുമെന്നാ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ മത്സരിക്കും. നമുക്കിപ്പോൾ വ്യക്തിപരമായി പറയാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയില്ലേ? അതൊക്കെ ഉന്നത നിലവാരത്തിൽ സംസ്ഥാന തലത്തിൽ നേതാക്കൾ പറയേണ്ട മറുപടിയാണ്. താഴെത്തട്ടിലുള്ള എനിക്കതിന് പറയാൻ കഴിയില്ലല്ലോ. കഴിയോ? തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടിയും സംതൃപ്തിയോടു കൂടിയും തന്നെയാണ് 4.25 വർഷം നിങ്ങളെല്ലാം നൽകിയ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്താനും കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അത് മേലിലും തുടരണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉള്ളത്. വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് MLAയുടെ ഈ ടേം അവസാനിപ്പിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, മതിയാവില്ല. കുറ്റ്യാടിയിൽ നിലവിലുള്ള ബൈപ്പാസ് വന്നതുകൊണ്ട് മാത്രം കുറ്റ്യാടിയിലെ കുരുക്ക് അവസാനിക്കില്ല. കുറ്റ്യാടിയിലെ കുരുക്ക് അവസാനിക്കണം 5 റോഡ് കൂടിച്ചേരുന്ന ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം കുറക്കണം. അതിനിപ്പോൾ ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായി ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് വയനാടൻ ഭാഗത്ത് വരുന്ന എല്ലാ വാഹനങ്ങളും ഇടത്തോട്ട് പോവുക മരുതോങ്കർ റോഡിൽ. എന്നിട്ട് മരുതോങ്കരയെയും ചങ്കരോത്തിനെയും പണ്ടത്തെ കടവിനെ ബന്ധിപ്പിക്കുന്ന അപ്പുറത്ത് റോഡുണ്ട്, ഉപയോഗിക്കാത്ത റോഡുണ്ട്, ഒരു പുതിയ പാലം ഉണ്ടാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകുന്ന എല്ലാ വാഹനങ്ങളും വൺ വേ ആയി കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യണ്ട. അതാണ് ഒരു നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം ഒരു ഫ്ലൈ ഓവർ പ്രായോഗികമാണോ എന്ന് പരിശോധിക്കാനും വെച്ചിട്ടുണ്ട്. അത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ളതാണ്. അതിന് പുറമെ നാദാപുരം മണ്ഡലത്തിൽ നമ്മുടെ കുളങ്ങരത്തായ അല്ല ഓത്തിയോട്ട് കയറുന്ന സിറാജുൽ ഹുദ നടക്കുന്ന കുറ്റ്യാടി തൊട്ടിൽപ്പാലം റോഡിന് കയറുന്ന ഒരു ബൈപ്പാസ് ഇപ്പോൾ അക്വിസിഷൻ നടപടിയിലാണ്. 12 മീറ്റർ വീതിയിൽ അക്വയർ ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ തൊട്ടിൽപ്പാലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കക്കട്ട് വഴിക്ക് അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ തിരിച്ചുകയും പോകേണ്ടത് കുറ്റ്യാടിയിൽ വരണ്ട. അതുകൂടി വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം കുറ്റ്യാടി ജംഗ്ഷനിൽ ഉണ്ടാകും. ഇത് കുറ്റ്യാടി മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറി.
ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വലിയ സഹായമാണ് ഇക്കാര്യത്തിൽ ചെയ്തത്. ഏറ്റവും ഒടുവിൽ കോട്ടപ്പള്ളി 48 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണം ഇപ്പം ആരംഭിച്ചിരിക്കുകയാണ്. വില്ലേജ് ഓഫീസുകളൊക്കെ നല്ല നിലയിൽ ആയി മാറിയിട്ടുണ്ട്. 5 നഗറുകൾ ഏറ്റവും രൂപത്തിൽ വേളം പഞ്ചായത്തിൽ 2 നഗർ, ആഞ്ചേരിയിൽ 1 നഗർ, മണിയൂരിൽ 2 നഗർ, തിരുവള്ളൂരിൽ 1 നഗർ, ഇപ്പം 6 എണ്ണമായി. ആവശ്യമായ സംഖ്യ കിട്ടിയിട്ടുണ്ട്. അതിൽ ആഞ്ചേരിയിലെ നഗർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. മണിയൂരിൽ സാങ്കേതിക പ്രയാസം കൊണ്ട് ഒരു നഗറിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അംബേദ്കർ ഗ്രാമ പദ്ധതിയിലാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയത്. അപ്പം മണ്ഡലത്തിലുള്ള നഗറുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഈ ഘട്ടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കാണേണ്ടത്, സഖാവ് നാണുവേട്ടൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും അറിയുന്നല്ലേ, നാണുവേട്ടൻ്റെ കാലത്ത് BMN-BC നിലവാരത്തിൽ ഉയർത്താത്ത വടകരയിലെ റോഡിൻ്റെ പേര് നിങ്ങൾ പറ. ഏതാ ഉള്ളത്? ബജറ്റിൽ നിർദ്ദേശം കൊടുക്കുക തോട് കെട്ടാൻ വേണ്ടിയാണ്. ഞങ്ങളൊക്കെ റോഡ് പണിയാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. 1 മേജർ പ്രോജക്റ്റുകൾ വടകരയിലില്ല. കുടിവെള്ള പദ്ധതി നേരത്തെ തന്നെ നടപ്പിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ട്. ജലജീവൻ പദ്ധതി എന്നോട് ഇട്ടാണ് 100% വീടുകളിലും കുടിവെള്ളം എത്തിച്ച പഞ്ചായത്ത് കുന്നുമ്മൽ, 85% വീടുകളിൽ കുടിവെള്ളം എത്തിച്ച കുറ്റ്യാടി ജലജീവനിൽ. ബാക്കി പഞ്ചായത്തിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. കിണറിൻ്റെ പണിയും ടാങ്കിൻ്റെ പണിയും നടക്കുന്നുണ്ട്. മേജർ പദ്ധതികൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം എന്നേക്കാൾ കൂടുതൽ പണമുണ്ടാകുന്ന നാദാപുരത്ത് മലയോര ഹൈവേ അവിടെയാണ്. എനിക്ക് മലയില്ലല്ലോ. മലയോര ഹൈവേക്ക് എത്ര കോടിയാണ്? അപ്പോൾ ഒരുപക്ഷെ ടോട്ടൽ എടുത്തു നോക്കിയാൽ കുറ്റ്യാടിയേക്കാൾ കൂടുതൽ സംഖ്യ നാദാപുരത്ത് കാണും. റോഡുകളാണെങ്കിൽ കുറ്റ്യാടിയേക്കാൾ നീളം കൂടിയ റോഡുകളാണ്. കുറ്റ്യാടി പശക്കടവ് റോഡായാലും കല്ലാച്ചി വളയം റോഡായാലും വെലങ്ങാട് റോഡായാലും ഏത് റോഡെടുത്താലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് മേജർ പ്രോജക്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതൊന്നും ഒരു വിവേചനം അല്ല. LDF സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 140 മണ്ഡലങ്ങളെയും ഒരുപോലെ നോക്കിയെന്നാണ്. ഇപ്പോൾ നവകേരള സദസ്സ് ഒരു വിഭാഗം MLA-മാർ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രി 140 മണ്ഡലത്തിലെ MLA-മാരോടും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും 7 കോടി രൂപ വീതം അനുവദിക്കുന്നു. 2 പ്രോജക്റ്റുകൾ പറയുക. ബഹിഷ്കരിച്ചവർക്കും കൊടുത്തില്ല. എന്ത് വിവേചനം? നിങ്ങൾ മലപ്പുറം ജില്ലയിലൊന്ന് സന്ദർശിച്ച് യാത്ര ചെയ്ത് നോക്ക്. ഒരുപക്ഷെ കോഴിക്കോടിനേക്കാൾ മെച്ചപ്പെട്ട റോഡ് അവിടെ വന്നിട്ടുണ്ടെന്ന് കാണാം അല്ലേ? അതുകൊണ്ട് വിവേചനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. 8 പഞ്ചായത്ത് കുറ്റ്യാടി മണ്ഡലത്തിൽ 8 പഞ്ചായത്തുണ്ട്. 5 LDF-ഉം 3 UDF-ഉം ആയിരുന്നു. എന്തെങ്കിലും ഒരു വിവേചനം ഏതെങ്കിലും ഒരു പഞ്ചായത്തുകാർക്ക് ഞാൻ നടത്തിയെന്ന് പറയാൻ കഴിയും? കണക്ക് വെച്ചും പരിപാടി വെച്ചും പറയാൻ കഴിയും. പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വിവേചനപരമായ ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല. അതിലേക്കൊന്നും ഞാനൊരു തൊട്ടടുത്ത മണ്ഡലത്തിലെ MLA-ആണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന MLA-യെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന നടപടി ശരിയുണ്ടോ? അത് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇരിക്കുന്നുണ്ട്, അത് അവർ പറയും. ജനപ്രതി എന്നുള്ള രൂപത്തിൽ ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നു. ഇനി പറയേണ്ട എന്തെങ്കിലും സന്ദർഭം വന്നാൽ പറയാം. ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.